ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി നേന്ത്രപ്പഴം വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിലോളം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് കഴിച്ചാൽ എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കണ്ടു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ലേ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. ഇതുണ്ടാക്കാൻ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനായിട്ട് ഞാൻ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എത്രയാണെന്ന് വെച്ചാൽ അത്രയും എടുത്താൽ മതിയാവും. നല്ലോണം പഴുത്ത പഴമാകുമ്പോൾ ഒന്നും പാടെ ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലെ ഒരു ഇതിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് വെച്ചാൽ ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു പാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ പഴമൊക്കെ ഈ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് കുഴഞ്ഞു വരണം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു 2 അച്ച് ശർക്കര ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലധികം കുറുമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് കുറുകി ഇതിലുള്ള ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റി വരണം. ഇനി 2 ഏലക്ക പൊടിച്ചതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതിൽ വെള്ളം വറ്റി ഒന്ന് കുറുകി വരും വരെ നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഇവിടെ ഇതിലുള്ള ശർക്കര പാനിയൊക്കെ നല്ലവണ്ണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ, നല്ലവണ്ണം വറ്റിക്കരുത്. ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പഴമൊക്കെ. ഇത്രയും ഗ്രേവി ഇതിൽ വേണം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലവണ്ണം ചൂടാറും വരെ വെയിറ്റ് ചെയ്യുക. ഇനി ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. അല്ലാതെ ചൂടാറിയ നേരെ നമുക്ക് ഐസ്ക്രീമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിത് ഫുള്ളായിട്ട് സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കാണുമ്പോൾ തന്നെ നല്ല കഴിക്കാൻ തോന്നും. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ഐസ്ക്രീമാണ് ഉള്ളത് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലുള്ള 2 ഐസ്ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലവണ്ണം തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എത്ര കഴിച്ചാലും മതിയാവില്ല. ഞാൻ ഒരെണ്ണത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതുമാതിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഐസ്ക്രീം ഇതും കൂട്ടിങ്ങനെ കഴിക്കാൻ എൻ്റെ അമ്മോ പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇഷ്ടപ്പെട്ടാൽ റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനെ കഴിക്കുന്നു എന്നുള്ളത്. ഞാനിത് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു ഇത് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. ഞാനിപ്പോഴാണ് ഇത് ട്രൈ ചെയ്തിട്ടുള്ളത്. നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇതുപോലെ ഐസ്ക്രീമും പഴം ഇങ്ങനെ ഒപ്പെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രുചിയാണ്. അപ്പോൾ പഴം വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ, എന്തായാലും ഇഷ്ടപ്പെടും. ഇനി ഐസ്ക്രീം ചേർക്കണ്ടെന്നുള്ളവർക്ക് ഐസ്ക്രീം ചേർക്കാതെയും കഴിക്കാം, അതും ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ, ബൈ, വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.